നിതീഷ് കുമാർ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശ്രദ്ധാകേന്ദ്രമാകുന്നു. നിതീഷ് എന്ത് തീരുമാനിക്കും? നമുക്ക് നിതീഷിന്റെ സമീപകാല നിലപാടുകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഇന്ത്യൻ രാഷ്ട്രീയം ഒരിക്കൽ കൂടി ബീഹാറിലേക്കും നിതീഷ് കുമാറിലേക്കും ഉറ്റുനോക്കുകയാണ്. നിതീഷ് എടുക്കുന്ന തീരുമാനം ഇന്ത്യ സഖ്യത്തിനും NDAയ്ക്കും വളരെ നിർണായകമാണ്. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുന്നണി മാറ്റം നടത്തിയ പാർട്ടി അതല്ലെങ്കിൽ നേതാവ് ആയി നിതീഷ് കുമാറിനെ നമുക്ക് കാണാൻ കഴിയും. കറിവേപ്പില പോലെ പലതവണ വലിച്ചെറിഞ്ഞെങ്കിലും RJDയും BJPയും പിന്നീടും നിതീഷ് കുമാറിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച ബീഹാറിലെ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. തളർന്നു പോയി എന്ന് വിധി എഴുതിയപ്പോഴെല്ലാം അതിശക്തമായി തിരിച്ചു വന്ന ചരിത്രവും നിതീഷ് കുമാറിനുണ്ട്. ഇത്തവണയും ബീഹാറിൽ നിന്ന് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. NDA സഖ്യത്തിൽ BJPയേക്കാൾ ഒരു സീറ്റ് കുറവാണ് JDU ഇത്തവണ മത്സരിച്ചത്. പക്ഷേ BJPയേക്കാൾ മികച്ച പ്രകടനം നടത്താൻ നിതീഷ് കുമാറിനും JDUവിനും കഴിഞ്ഞു. 2005 മുഖ്യമന്ത്രിയായതിനു ശേഷം 18 വർഷമായി ആ കസേര ആർക്കും വിട്ടുകൊടുക്കാതെ നിൽക്കുന്നുണ്ട് നിതീഷ് കുമാർ. പ്രതിസന്ധി ഉണ്ടായപ്പോഴൊക്കെ അതിശക്തമായി തിരിച്ചു വന്നിട്ടുമുണ്ട് അദ്ദേഹം. 2005 മുതൽ ഇങ്ങോട്ട് 2014 വരെ NDAയുടെ ഒപ്പം നിന്നു. എന്നാൽ 2014 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് വെച്ചതിൽ പ്രതിഷേധിച്ച് മുന്നണി വിട്ടു. 2015 RJDയും കോൺഗ്രസുമായി ചേർന്ന് മഹാസഖ്യം രൂപീകരിച്ച് മുഖ്യമന്ത്രിയായി. 2017 പക്ഷേ വീണ്ടും BJPക്കൊപ്പം പോയി. അത് കഴിഞ്ഞ് 2020 തിരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ JDUവിന് കഴിഞ്ഞില്ല. 3ാം സ്ഥാനത്തേക്ക് വീണു. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയായി. 2022 BJPയെ വിട്ട് NDAയെ വിട്ട് വീണ്ടും മഹാസഖ്യത്തിലേക്ക് വന്നു. പക്ഷേ മഹാസഖ്യത്തിൽ നിന്ന് മുന്നോട്ട് പോയി ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് മുൻകൈ എടുത്തു. പ്രധാനമന്ത്രിയാകാം എന്ന മോഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധ്യമാകില്ല എന്ന് കണ്ടതോടുകൂടി വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് BJPക്കൊപ്പം പോയി. പക്ഷേ ഇപ്പോൾ നിതീഷിന് മുന്നിൽ വീണ്ടും സാധ്യത തെളിയുകയാണ്. 18 വർഷം ബീഹാർ ഭരിച്ച നേതാവിന് മുന്നിൽ ഇന്ത്യ ഭരിക്കാനുള്ള അവസരം നിൽക്കുന്നു. നിതീഷ് അത് തിരഞ്ഞെടുക്കുമോ? അതല്ല BJPക്കൊപ്പം നിൽക്കുമോ? ആ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ രാഷ്ട്രീയ ഭാവിയെ, രാജ്യത്തിന്റെ ഭരണത്തെ നിശ്ചയിക്കും. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.